അള്ളാഹു നമ്മുടെ ഈ നിസ്കാരം നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. എല്ലാരും സ്വലാത്തൊക്കെ അടിയത്തതൊക്കെ ഇങ്ങനെ അങ്ങോട്ട് ഉസാറായിട്ട് തുറക്കണം. എന്നേക്ക് അറിയോ ഒച്ച പറയണല്ലേ? ചെറുതാ, കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഇന്ന് ഉസാറാക്കണം. എന്നു വെച്ചാല് ഈ ഒരു മാസം ഇതിങ്ങനെ കിട്ടുമ്പോ തന്നെയല്ലേ കിട്ടുള്ളൂ. നമ്മൾ എത്ര തറാവി നിസ്കരിച്ചു എന്നറിയോ? 16 നിസ്കരിച്ചില്ലേ? ഞടിക്ക് ഇറങ്ങാണ്. ഞേറിയ നിസ്കരിച്ചാൽ എത്ര ഉള്ളൂ? 14. ചിലപ്പോ എത്രയാകാം? 13 ആകാം. അങ്ങനെ കുറെയാണ്. ഒരു 4 ദിവസം കൂടി കഴിയുമ്പോൾ 10-ൽ താഴെയായി മാറും. അപ്പൊ പകുതിയിലേറെ നമ്മൾ നിസ്കരിച്ചു കഴിഞ്ഞു. അള്ളാഹു തആല കബൂലാക്കട്ടെ. അള്ളാഹു പകരമായി നമുക്ക് സ്വർഗം തരട്ടെ. ഈ റമദാനിൽ വിജയിക്കുന്ന ആളുകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. മുഅ്മിനീങ്ങളെ, ഒരൊറ്റ ഹദീസ്. നമ്മളിപ്പോ പരലോകത്തെ കുറിച്ചൊക്കെ കുറെ പറഞ്ഞു. എന്നാൽ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ഭയാനകമായ സൃഷ്ടി അതാന്ന് പറയുന്നത് അത് നരകം തന്നെയാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് സ്വർഗം കിട്ടുക എന്നതല്ല ഏറ്റവും വലിയ പ്രധാനം. നരകത്തിൽ നിന്ന് അയാൾ രക്ഷപ്പെടുക എന്നുള്ളതാണ്. സ്വർഗം കിട്ടിയിട്ടില്ലെങ്കിലും നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ തന്നെയും ഈ മനുഷ്യൻ ആരാണ്? ഭാഗ്യവാനാണ്. അള്ളാഹു നമ്മളെ നരകമോചനത്തിൽ ഉൾപ്പെടുത്തി തരട്ടെ. ആ നരകമാകുന്ന അള്ളാഹുവിന്റെ ഭീകരമായ സൃഷ്ടിയെ മഹാനായ അഷ്റഫുൽ വറ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പോലും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഇപ്പൊ നമ്മളെ കഥ പറയണം. ജിബ്രീൽ അലൈഹിസ്സലാം അവർക്ക് നരകത്തിന്റെ കഥ പറഞ്ഞപ്പോ അവിടുന്ന് പറഞ്ഞു, ഹസ്ബി യാ ജിബ്രീൽ, എന്നോട് നരകത്തിന്റെ കഥ പറയരുത് കേട്ടോ. ഇനിയും നരകത്തിന്റെ കഥ എന്നോട് പറഞ്ഞാൽ ഞാൻ ഹൃദയം പൊട്ടി മരിക്കുമെന്ന് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പിന്നെ നരകത്തിനെ കുറിച്ച് ഖുർആനിലും ഹദീസിലും ഒക്കെ പറഞ്ഞു തന്നത് സാധാരണക്കാരായ നമ്മളെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് പറയപ്പെട്ടതിന്റെയും പഠിപ്പിക്കപ്പെട്ടതിന്റെയും എത്രയോ മുകളിലാണ് നരകം എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കൂ, ഒരു ഹദീസ്. ആദരവായ നബി മുഹമ്മദ് മുസ്തഫ, ഒന്നുകൂടി സ്വലാത്തിൽ ഉസാറാട്ടെ. ആദരവായ നബി മുഹമ്മദ് മുസ്തഫ പറയുകയാണ്, അല്ലാഹു തആല ആദം നബി അലൈഹി ഇസ്ലാമിനെ പഠിച്ചു ഭൂമിയിലേക്ക് ഇറക്കിയ സമയമാണ്. അവർക്ക് ഇവിടെ ഭൂമിയിൽ ഭക്ഷണം പാചകം ചെയ്യാനും മറ്റു ആവശ്യങ്ങൾക്കും വേണ്ടി ഭൂമിയിലേക്ക് തീ ആവശ്യമാണ്. എന്നാൽ അല്ലാഹു തആല ഭൂമിയിലാകട്ടെ തീയിനെ സംവിധാനിച്ചിട്ടുമില്ല. ആ സമയത്ത് ഭൂമിയിലേക്ക് തീ കൊണ്ടുവരാൻ വേണ്ടി മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിനെ നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് അലൈഹിസ്സലാമിന്റെ സമീപത്തേക്ക് പറഞ്ഞേക്കുകയാണ്. ജിബ്രീൽ ചെന്നിട്ട് പറഞ്ഞു, മാലിക്, അള്ളാഹു കുറച്ച് തീ തരാൻ പറഞ്ഞേക്കണം, ഭൂമിയിലേക്ക് തീ കൊണ്ടുപോകണം, ഭൂമിയിൽ തീ ആവശ്യമുണ്ട്. അപ്പോൾ ആ മലക്ക് ചോദിച്ചു, യാ ജിബ്രീൽ കം തുരീദു മിനന്നാർ, എത്രയാണ് നിങ്ങൾക്ക് തീ വേണ്ടത്? ഈ നരകത്തിൽ നിന്ന് എത്ര നിങ്ങൾക്ക് കൊണ്ടുപോകണം? അപ്പോൾ ജിബ്രീൽ പറഞ്ഞു, മിഖ്ദാറ തംറ, ഒരു കാരക്കയുടെ അളവ് തന്നാൽ മതി. എത്ര? ഒരു കാരക്കന്റെ വലിപ്പം. അത്ര തീ നിങ്ങൾ നരകത്തിൽ നിന്ന് തന്നാൽ മതി, അത് ഞാൻ ഭൂമിയിലേക്ക് കൊണ്ടുപോയിക്കൊള്ളാം. അപ്പോൾ നരകത്തിന്റെ കാവൽക്കാരനായ മലക്ക് പറഞ്ഞത് ഇതാണ്, ഒരു കാരക്കയുടെ അളവ് തീയെങ്ങാനും നരകത്തിൽ നിന്ന് നിങ്ങൾ ഭൂമിയിലേക്ക് കൊണ്ടുപോയാൽ 7 ആകാശവും 7 ഭൂമിയും ഒരുകി ഒലിക്കുന്നതാണ്. 7 ആകാശങ്ങൾക്കോ 7 ഭൂമികൾക്കോ ആ ഒരു കാരക്കയുടെ അളവ് തീനെ താങ്ങാനുള്ള കരുത്തില്ല. സുബ്ഹാനല്ലാഹ്. എന്തേക്കാരാ തീ നിങ്ങൾ ചിന്തിച്ചു നോക്കണം. അപ്പോൾ പറഞ്ഞു, എന്നാൽ അതിന്റെ നേരെ പകുതി തരുമോ? അപ്പോൾ നരകത്തിന്റെ കാവൽക്കാരനായ മലക്ക് പറഞ്ഞത്, ജിബ്രീൽ, ഒരു കാരക്കയുടെ നേരെ പകുതി അളവ് തീ നിങ്ങൾ ഭൂമിയിലേക്ക് കൊണ്ടുപോയാൽ പിന്നെ ഖിയാമത്ത് നാൾ വരെ ഭൂമിയിലേക്ക് മഴ വർഷിക്കുകയില്ല, ഭൂമിയിൽ പച്ചയായ ഒന്നും മുളക്കുകയില്ല. അപ്പൊ ഞാൻ എത്ര കൊണ്ടോണമെന്നായി? ഞാൻ അള്ളാഹുവിനോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചപ്പോൾ അള്ളാഹു പറഞ്ഞത്, ഖുദ് മിഖ്ദാറ ദർറ, ഒരു അണു അളവ് കൊണ്ടുപോയാൽ മതി.
നമ്മൾ കടുകുമണി എന്നൊക്കെ പറയില്ലേ, കടുകുമണിയെ എത്രയായി അംശിക്കാൻ പറ്റുമോ അതിന്റെ 1000ങ്ങളിലൊരു അംശം, അതാണ് ദർറത്ത്. അതുകൊണ്ടായ മതി. നരകത്തിലേക്ക് ചെല്ലുകയാണ്. ആ പറയപ്പെട്ട അളവ് തീ സ്വീകരിക്കുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം അതുമായിട്ട് ഭൂമിയിലേക്ക് വരികയാണ്. അതിന്റെ ചൂട് കാരണം 70 സമുദ്രങ്ങളിൽ 70 തവണ ജിബ്രീൽ അതിനെ കഴുകി കഴുകി പാകപ്പെടുത്തുകയാണ്. എന്നിട്ട് കൊണ്ടുവന്നൊരു പർവ്വതത്തിൽ വെച്ചപ്പോ സുബ്ഹാനല്ലാഹ്, ആ പർവ്വതമാകെ പുക പിടിച്ച് ആളിക്കത്താൻ തുടങ്ങി. വേഗം കൊണ്ടുവന്ന തീയിനെ നരകത്തിലേക്ക് തന്നെ മടക്കപ്പെടുകയാണ്. ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്ന് ഭൂമിയിൽ കത്തിക്കപ്പെടുന്ന മുഴുവൻ തീയും അന്ന് കൊണ്ടുവന്ന അളവുണ്ടല്ലോ അതിന്റെ പുകയിൽ നിന്നും അംശങ്ങളിൽ നിന്നും ഉണ്ടായതാ. ഭൂമിയത്തെ മുഴുവൻ തീയും ആ കൊണ്ടുവന്ന ദർറത്തിന്റെ ബാക്കിയാണ്. അപ്പോൾ പിന്നെ നരകം എത്രയാകും? മുഅ്മിനീങ്ങളെ, നമ്മുടെ ചിന്തകളെ കൊണ്ട് മനസ്സിലാക്കാൻ കഴിയില്ല. അതിന്റെ ഒരു സൂചന ഖുർആൻ പറഞ്ഞല്ലോ, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. ഈമാനുള്ളവരെ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നരകത്തിന് തൊട്ട് കാക്കണേ. എന്താണ് നരകം? വഖൂദുഹൻ നാസ് വൽ ഹിജാറ. നരകത്തിൽ കത്തിക്കപ്പെടുന്നത് കല്ലുകളും പച്ചയായ മനുഷ്യനുമാണ്. പാറകളാണ് അവിടെ കത്തിക്കപ്പെടുക. മുഅ്മിനീങ്ങളെ, പാറകൾ കത്തിച്ചാൽ കത്തുവോ? നിങ്ങളും ചിന്തിച്ചു നോക്കാൻ. എന്നാ ഈ പാറകളാണ് കത്തിയാൽ പിന്നെ അവിടെ ഉണ്ടാകുന്ന സ്ഫോടനം എത്രക്കാരങ്ങൾ ചിന്തിച്ചു നോക്കാൻ. ഇത് കേട്ടപ്പോഴാണ് സ്വഹാബത്ത് ചോദിച്ചത്, നബിയേ, ഹിജാറത്തു ജഹന്നമ കഹിജാറത്തി ദുനിയാ, ഈ നരകം കത്തിക്കപ്പെടുന്ന കല്ലുകൾ, പാറകൾ എന്ന് പറയുന്നത് ദുനിയാവിലുള്ള കല്ലുകളെയും പാറകളെയും പോലെയാണോ? അവിടുന്ന് പറഞ്ഞു, അല്ല, നരകം കത്തിക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും ചെറിയ പാറക്കഷ്ണം എന്ന് പറയുന്നത് ദുനിയാവിലെ വലിയ പർവ്വതത്തോട് സമാനമാകുമെന്ന് മുഹമ്മദ് മുസ്തഫ. എന്നിട്ട് അതിന്റെ അടിയിലേക്ക് വരുന്ന ചെറിയ ചെറിയ ഗ്യാപ്പില്ലേ, നമ്മൾ വലിയ അടുപ്പ് കത്തിക്കുമ്പോ ഈ വലിയ വറകുകളൊക്കെ വെച്ചുകൊടുക്കുമ്പോ ചെറിയ ഗ്യാപ്പൊക്കെ ചെറിയ വറകിന്റെ പൂള് കഷ്ണം വെച്ചുകൊടുക്കൂലേ, അതുപോലെയാണ് ആരെ വെച്ചുകൊടുക്കാന്ന? മനുഷ്യനെ വെച്ചുകൊടുക്കുക. നൈലേറെ പ്രശ്നം കാര്യങ്ങള് അള്ളാഹു ശേഷം പറഞ്ഞത്, അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദുൻ ലാ യഅസൂനല്ലാഹ മാ അമറഹും. ഈ നരകത്തിലെ തീയിനേക്കാൾ കാഠിന്യം അവിടെ ജോലിക്കാരായ മലക്കുകളാണ്. അള്ളാഹ് എടുത്തു പറഞ്ഞു, അലൈഹാ മലായിക, ഈ നരകത്തിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കാവൽക്കാരായ ചില മലക്കുകളുണ്ട്. എന്താണ് അവരുടെ പ്രത്യേകത എന്നറിയുമോ? ഗിലാദുൻ ശിദാദ്, അവർ വളരെ കഠിനമായ സ്വഭാവത്തിന്റെ ഉടമകളാണ്, അതിഭീകരന്മാരാണ്. ഒരു മനുഷ്യൻ എത്ര നൂറ്റാണ്ടുകൾ അവിടെ കിടന്ന് കരഞ്ഞാലും ഒരു ചെറിയ അലിവ് പോലും അവരുടെ മനസ്സിലില്ല. അല്ലാഹ് പറഞ്ഞതല്ലാത്ത മറ്റൊന്നവർ ചെയ്യുകയില്ല. അങ്ങനത്തെ മലക്കുകളും അതിന് കാവൽക്കാരായി ഉണ്ട്. അതായി ഇതിനേക്കാളോ വലിയൊരു ശിക്ഷയാണെന്ന്. കാരണം ഈ മലക്കുകൾക്ക് ഈ അലിവില്ലാത്തത്, അതുകൊണ്ട് മനുഷ്യൻ എത്ര കരഞ്ഞാലും അവിടുന്ന് അങ്ങോട്ട് കഴിച്ചിലാകണേ വലിയ പാടനാണ്. മുഅ്മിനീങ്ങളെ, അള്ളാഹു നമ്മളെ സംരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മളെ സംരക്ഷിക്കുമാറാവട്ടെ. വിശുദ്ധ റമളാനിലെ 16ാമത്തെ തറാവീ നമ്മൾ നിസ്കരിച്ചില്ലേ? റമളാനിലെ 16ാമത്തെ തറാവീ ഒരാൾ നിസ്കരിക്കുമ്പോ ആ മനുഷ്യൻ അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം എന്തെന്നറിയുമോ? കുതിബത്ത് ലഹു ബറാഅത്തും മിനന്നാർ. ഇന്നത്തെ തറാവീ നിസ്കാരക്കാർക്ക് നരകത്തിൽ നിന്നുള്ള മോചനം എഴുതപ്പെടുന്നതാ. അല്ലാഹുവേ, ഞങ്ങൾക്കൊക്കെ നരകമോചനം നൽകണേ അല്ലാഹ്. ഈ വർഷത്തെ റമളാനിലെ നരകമോചനം എഴുതപ്പെടുന്നവരിൽ ഞങ്ങളൊക്കെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെ ഈ നിസ്കാരം അതിന് കാരണമാക്കി തരണേ അല്ലാഹ്. സമയം കുറവാണ്, ചെറിയൊരു മസല പറഞ്ഞാൽ ഇന്നിപ്പോ നമ്മൾ ഖുനൂത്ത് തുടങ്ങി. അബ്ആദ് സുന്നത്തുകളിൽപ്പെട്ട 7 സുന്നത്തുകളുണ്ട്. അബ്ആദ് സുന്നത്തുകൾ അതിൽപ്പെട്ട ഒന്നാണ് ഖുനൂത്ത്. റമളാനിലെ 2ാം പകുതിയിലെ വിത്റിലെ ഖുനൂത്തും നമ്മളെ സുബഹിൽ 2ാമത്തെ റക്അത്തിൽ ഓതുന്ന ഖുനൂത്ത് രണ്ടും അബ്ആദ് സുന്നത്താണ്. സുന്നത്താണെങ്കിലും സാധാ സുന്നത്തിന്റെ കുറച്ച് മേലുള്ള സുന്നത്താണ്.
ഞാൻ ഈ സുന്നത്ത് മറന്നു എന്നതുകൊണ്ടോ മനഃപൂർവ്വം ഉപേക്ഷിച്ചു എന്നതുകൊണ്ടോ നിസ്കാരത്തിന് വല്ല പ്രശ്നമുണ്ടോ? ഉണ്ടോ? ഇല്ല. ഒരാൾ ഇനി മനഃപൂർവ്വം ഈ കുനൂത്ത് ഒഴിവാക്കുന്ന കുഴപ്പമുണ്ടോ? ഇല്ല. ഇനി മറന്നു ഒഴിവാക്കുന്ന കുഴപ്പമുണ്ടോ? ഇല്ല. പക്ഷെ ഇത് അബാദ സുന്നത്തായതുകൊണ്ട് ഇതിനൊരു സ്പെഷ്യൽ ഓഫർ വേറെ ഉണ്ട്. മറന്നു ഒഴിവാക്കിയാലും മനഃപൂർവ്വം ഒഴിവാക്കിയാലും വേണമെങ്കിൽ സഹ്വിന്റെ സുജൂദ് കൊണ്ട് അതിനെ എന്താക്കാൻ പറ്റും? പരിഹരിക്കാൻ പറ്റും. അപ്പൊ സലാം വീട്ടിന് മുമ്പ് എന്തായാൽ മതി? 2 സഹ്വിന്റെ സുജൂദ് ചെയ്താൽ മതി. മറന്നു ഒഴിവാക്കലും ചെയ്യാൻ പറ്റും. എങ്ങനെ ഒഴിവാക്കലും ചെയ്യാൻ പറ്റും? മനഃപൂർവ്വം ഒഴിവാക്കലും ചെയ്യാൻ പറ്റും. അപ്പോ ഒരിക്കലും ഇമാമ് ഈ കുനൂത്ത്, ഇപ്പൊ ഇമാമ് ജമാഅത്താരി നിസ്കരിക്കുമ്പോൾ ഇമാമ് കുനൂത്തേറ്റ മറന്ന് റുക്കൂൾക്ക് പോയാൽ ബേക്കൊന്നും ഒരിക്കലും സുബ്ഹാനല്ലാഹ് ഒന്നും എന്താകരുത്, പറയരുത്. ഈ സുബ്ഹാനല്ലാഹ് മോമിയങ്ങൾ ചെല്ലാൻ നിസ്കാരത്തിനെ ബാത്തിലാക്കണ നിലത്തിലുള്ള കോലത്തിലുള്ള പഴവുകൾ ഇമാമിന്റെ അടുത്ത് പറ്റുമ്പോഴാണ് ഇമാമിനെ ഉണർത്തേണ്ടത്. ഇമാമ് കുനൂത്ത് മറന്നുകൊണ്ട് സുജൂദ്ക്കാൻ പോയാ ഇനി മാമൂമിയങ്ങൾ അവിടെ കുനൂത്തോടെ നിൽക്കണോ? വേണ്ട. എല്ലാവരും അരപ്പ് എടുക്ക് പോവുക, സുജൂദ് പോകാൻ. ഞാൻ മമ്മൂമികൾ ഒറ്റക്ക് എന്താകണ്ട, കുനൂത്ത് ഓതണ്ട. മറിച്ച് ഞാൻ എന്തായാൽ മതി? അവസാനത്തിൽ സഹ്വിന്റെ 2 സുജൂദ് ചെയ്ത് കണ്ട് സലാം വിട്ടിയാൽ മതി. ആ നഷ്ടപ്പെട്ട കുനൂത്ത് പരിഹരിക്കപ്പെടാൻ പറ്റും. അപ്പൊ ചിലപ്പോ വേറൊരു അമളി പറ്റും. ഇമാം എന്തും മറന്നു, സുജൂദും മറന്നു, തജ്ജത്തട കുനൂത്ത് ഏതായാലും മറന്നു. മാമൂമിങ്ങൾക്കൊക്കെ ഓർമ്മ ഉണ്ട്. എന്നിട്ട് ഓല് ഓതാൻ പറ്റൂല. കാരണം ഇമാമ് കുനൂത്ത് ഓതിയിട്ടില്ലല്ലോ എന്ന് കരുതി കണ്ട് ഓല് കുനൂത്തൊന്നും ഓതാതെ ഓല് ഇമാമിന്റെ ഒപ്പം സുജൂദ്ക്ക് പോയി. ഞാൻ ഇമാമ് സഹ്വിന്റെ സുജൂദ് ചെയ്യിക്കാരെന്നും കരുതി ഇമാമ് കണ്ടിക്കണം അത്യാവശ്യം ഞങ്ങൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി പറഞ്ഞു കണ്ട് സലാം വിട്ടണ്. എന്താ കേട്ടാ? ഒന്നും കാട്ടണ്ട. അഞ്ഞ് വേക്കുന്ന ഹാലളകൊന്നും വേണ്ട. എന്താന്ന് വെച്ചാൽ ഇമാമ് സഹ്വിന്റെ സുജൂദ് മറന്ന് സലാം വിട്ടിയാൽ മൗമൂമിങ്ങൾക്ക് ഒറ്റക്ക് സഹ്വിന്റെ സുജൂദ് ചെയ്യാൻ അവസരമുണ്ട്. ഇമാമ് സഹ്വിന്റെ സുജൂദ് മറന്നാണ്ട് സലാം വീട്ടി നോക്കാം. അപ്പൊ തന്നെ മാമൂമിങ്ങൾ ഇമാമിനൊപ്പം സലാം വീട്ടണോ? വേണ്ട. ഓർക്ക് എന്താകാം? ഞാൻ സഹ്വിന്റെ സുജൂദ് ചെയ്യാണെന്ന് മനസ്സിൽ കരുതിയിട്ട് സാധാരണ പോലെ 2 സഹ്വിന്റെ സുജൂദ് ചെയ്യുക, എന്നിട്ട് സലാം വീട്ടിയാൽ മതി. മസല മനസ്സിലായിട്ടില്ലേ? മനസ്സിലായിട്ടില്ലേ? അള്ളാഹു മനസ്സിലാക്കി ചെയ്യാൻ നമുക്ക് തൗഫീഖ്. ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെ നമുക്ക് പറയുന്നത് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ ഇവിടെ ആണ്ടടക്കണ കേസാണ്. നഫീസ ബീവിനെ പറ്റിയൊക്കെ എല്ലാവരും കേട്ടക്കോലല്ലേ? പഴയ കാലത്തൊക്കെ ഉമ്മാരും വല്യമാരും ഒക്കെ പോലെ പാട്ട് പാടുകയും നഫീസത്തുമാല പാടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര മഹതിയാണ്. മഹദിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2 മണിക്കൂർ പറയണം. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞില്ല. പെരയിൽ ഖബറ് കുഴിച്ചിട്ട്, പെരയിൽ കിടക്കണ റൂമിന്റെ ഉള്ളിൽ ഖബറ് കുഴിച്ചിട്ട് ആ ഖബറിൽ ഇറങ്ങി 6000 ഖത്മുൽ ഖുർആൻ ഓതി തീർത്തിട്ടുണ്ട്. ഏതത് കാലം എന്നറിയോ? ലോകത്തെ ഏറ്റവും വലിയ ഇമാമാണ് നമ്മളെ മദ്ഹബിന്റെ ഇമാമായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. ശാഫിഈ ഇമാമും മിസ്റിൽ ജീവിക്കണ കാലത്താണ് നഫീസ ബീവി എവിടെ ഉള്ളത്? മിസ്റിലുള്ളത്. ശാഫിഈ ഇമാമിന് രോഗം വന്നാൽ എന്താ ചെയ്യാന്നറിയോ? ശിഷ്യന്മാരെ പറഞ്ഞേക്കും. ആരെടുത്തേക്ക്? നഫീസത്തുൽ മിസ്രിന്റെ അടുത്ത്. മഹദി ദ്വാരന്ന് കൊടുക്കും. ശിഷ്യന്മാരെ ഇവിടെ വന്നിട്ട് വിവരം പറയുമ്പോൾ ആരോ രോഗം സുഖപ്പെട്ടിട്ടുണ്ടാകും. ശാഫിഈ ഇമാമിന്റെ രോഗം ഒരിക്കൽ രോഗമായി. എപ്പോഴും ചെയ്യണത് പോലെ ശിഷ്യനെ പറഞ്ഞയച്ചു. അന്ന് ശിഷ്യൻ വന്നുകാണ്ട് നഫീസത്തുൽ മിസ്രിയോട് പറഞ്ഞു, ഉസ്താദിന് രോഗമാണ്, ഉസ്താദ് വേർക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പൊ അന്ന് മഹദി എന്താ പറഞ്ഞെന്നറിയോ? മത്തഅഹുല്ലാഹു ബിന്നദ്രി ഇലാ വജ്ഹിൽ കരീം. അല്ലാഹുവിന്റെ ശറഫാക്കപ്പെട്ട മുഖം കാണാൻ, അങ്ങനെ മുഖം കണ്ട അല്ലാഹു നിങ്ങൾ ഉസ്താദിനെ സന്തോഷിപ്പിക്കട്ടെ എന്നത് വേറുന്നത്. എന്തത് വേർന്നില്ല? രോഗം സുഖപ്പെടുത്താൻ വേണ്ടി എന്തായില്ല? വേറൊന്നില്ല. ശിഷ്യൻ വന്നിട്ട് ഈ വിഷയം മറുപടി പറഞ്ഞു. ശാഫിഈ ഇമാമിന് മനസ്സിലായി എന്തിനടുത്തിട്ടുണ്ട്? മരണം അടുത്തിട്ടുണ്ട്. ഈ രോഗത്തിൽ നിന്ന് എന്തില്ല? മോചനല്ല. കാരണം രോഗത്തിൽ നിന്ന് മോചനം ഉണ്ടാകുമായിരുന്നെങ്കിൽ നഫീസ ബീവി ഇങ്ങനെയല്ല എന്താകേണ്ടത്? മറുപടി പറയേണ്ടത്. വേഗം വസിയത്ത് ചെയ്തു, ഞാൻ മരിച്ചാൽ, എന്റെ മയ്യിത്ത് നിസ്കരിച്ചാൽ നഫീസ ബീവിന്റെ വീട്ടിൽ കൊണ്ടുപോയി വെക്കണം. നഫീസത്തുൽ മിസ്രിയെ കൂടിന്റെ പേരിൽ മയ്യിത്ത് നിസ്കരിച്ചിട്ട് ഖബറടക്കാൻ പാടുള്ളൂ. ശാഫിഈ ഇമാമിന്റെ വസിയത്താണത്. ആര് മയ്യിത്ത് നിസ്കരിച്ചിട്ടതിന്റെ ശേഷം നഫീസത്തുൽ മിസ്രിയെ കൂടി ബഹുമാനപ്പെട്ടവരുടെ പേരിൽ മയ്യിത്ത് നിസ്കരിച്ചതിന്റെ ശേഷമാണ് ആരെ മയ്യിത്ത് ഖബറടക്കിയത്? ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. ലോകത്തെ 4 മദ്ഹബിന്റെ ഇമാമികളിൽ അതിപ്രഗൽഭനായ നമ്മുടെയൊക്കെ ഇമാമായ ഇമാം ശാഫിഈ തങ്ങളെ കഥയാണ് പറയണത്. നഫീസത്തുൽ മിസ്രിന്റെ സ്ഥാനത്തിലേക്ക് കാര്യങ്ങൾ ചിന്തിച്ചു നോക്കണം. അള്ളാഹു ആ മഹദിന്റെ ബർക്കത്തുകൊണ്ട് നമ്മളൊക്കെ നന്നാക്കി തരട്ടെ, നമ്മളെ നന്നാക്കി തരട്ടെ. സമയം കുറച്ച് വൈകിക്കണം, എന്നാലും ഒരു ഫാത്തിഹ. ഇതൊക്കെ ഇപ്പോ കൊല്ലത്തിലൊരിക്കൽ വരുന്ന കാര്യല്ലേ? അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
بالعالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب فاتب اللقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد അല്ലാഹു ഞങ്ങളെ നിസ്കാരവും ഞങ്ങളെ മജ്ലിസും ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമായ ഇൽമും ഞങ്ങൾ ഓതിയ ഖുർആനും ഒക്കെ നീ സ്വീകരിക്കണേ അല്ലാഹ്. റബ്ബേ ഞങ്ങൾക്ക് അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. ഈ മഹത്തായ മജ്ലിസിന്റെ മിസ്ലു സവാബ് മഹദിയായ ബീബി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ ഹളറത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. ആ മഹദിയുടെ ദറജകൾ നീ ഉയർത്തണേ അല്ലാഹ്. ആ മഹദിയുടെ കറാമത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ പുറത്തു തരണേ അല്ലാഹ്. ഞങ്ങളെ നന്നാക്കി തരണേ അല്ലാഹ്. ആ മഹദിയുടെ ബർക്കത്ത് കൊണ്ട് ഈ റമളാനിലെ നടുവിലത്തെ 10 മഗ്ഫിറത്ത് കിട്ടണവരിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ആരോഗ്യമുള്ള ദീർഘായുസ് ഞങ്ങൾക്കൊക്കെ നൽകണേ അല്ലാഹ്. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഞങ്ങളുടെ ഈ മജ്ലിസ് കേട്ടുകൊണ്ടിരിക്കുന്ന ആമീൻ പറയുന്ന എല്ലാ മുഅ്മിനീങ്ങൾക്കും നീ പുറത്തു തരണേ അല്ലാഹ്. അബ്ബേ കുറെ മുഅ്മിനീങ്ങൾ ഈ മജ്ലിസും ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ അൻവരി ഉസ്താദിന്റെ അമ്മായിമ്മ കാലിന്റെ മുട്ടിന് ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമത്തിലാണ്, വലിയ പ്രയാസത്തിലാണ്. ദുആ ചെയ്യാൻ പറഞ്ഞിട്ട് അല്ലാഹു വരെ ശിഫ നൽകണേ അല്ലാഹ്. ആജിലായ ശിഫ നൽകണേ അല്ലാഹ്. വേദനകളും പ്രയാസങ്ങളൊക്കെ മാറ്റിക്കൊടുത്ത് നിസ്കാരവും മറ്റു കാര്യങ്ങളൊക്കെ സാധാരണത്തെ പോലെ നിസ്കരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. അയനിക്കോടുന്ന ഒരു ചെറുപ്പക്കാരൻ വിളിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഉപ്പയെ ഓപ്പറേഷന് വേണ്ടി മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് അല്ലാഹു ഇനി ശിഫ നൽകണേ അല്ലാഹ്. ആജിലായ ശിഫ നൽകണേ അല്ലാഹ്. എന്ത് പ്രയാസങ്ങളാണെങ്കിലും മാറ്റി കൊടുക്കണേ അല്ലാഹ്. കോട്ടക്കൽ നിന്ന് അബ്ദുപ്പാക്ക എന്ന് പറഞ്ഞ സഹോദരൻ വിളിച്ചിരുന്നു. എന്റെ സ്നേഹിതനും കൂട്ടുകാരനുമാണ്. അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ 2 ആളുകൾക്ക് കിഡ്നിയുമായി ബന്ധപ്പെട്ട് പ്രയാസം ഡയാലിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരാൾക്ക് കാലിന്റെ 2 മുട്ടിന്റെ താഴെയും ശക്തമായ വേദന വന്ന് കാലിന്റെ ഉള്ളിൽ പൊഴുപ്പുണ്ട് എന്നാണ് ഡോക്ടർമാർ പറയുന്നത് എന്ന് പറഞ്ഞു. അല്ലാഹു ആ 3 ആളുകൾക്കും നീ ശിഫ നൽകണേ അല്ലാഹ്. ആജിലായ ശിഫ നൽകണേ അല്ലാഹ്. വേദനകളും പ്രയാസങ്ങളൊക്കെ മാറ്റി കൊടുക്കണേ അല്ലാഹ്. ഈ മജ്ലിസിന്റെയും ആമീൻ പറയുന്നവരുടെയും ബറക്കത്ത് കൊണ്ട് ശിഫ നൽകണേ അല്ലാഹ്. നിഫീസത്തുൽ മിസ്രിയ ബിയുടെ ബറക്കത്ത് കൊണ്ട് ശിഫ നൽകണേ അല്ലാഹ്. റബ്ബേ ഞങ്ങളുടെ മരിച്ച എല്ലാവരുടെയും ഖബറുടെ സ്വർഗ്ഗമാക്കണേ അല്ലാഹ്. ഈ മജ്ലിസ് അവരുടെ ഖബറിലേക്ക് എത്തിക്കണേ അല്ലാഹ്. ഈ പള്ളിയുടെ പരിസരത്തുള്ള മുഅ്മിനീങ്ങൾക്ക് റബ്ബേ ഈ റമളാനിൽ ഒരു വലിയ വെളിച്ചമായി ഞങ്ങളെ മജ്ലിസ് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. പ്രത്യേകിച്ച് എന്റെ മൂത്തമ്മാന്റെ മകള് സൽമത്ത് മാളു എന്ന് പറയുന്ന ഒരു സഹോദരി റമളാന്റെ തൊട്ട് മുമ്പ് ചെറുപ്പക്കാരിയായിരുന്നു. റബ്ബെ ക്യാൻസർ ബാധിച്ച് മരണപ്പെടുകയുണ്ടായി. അവരുടെ ഖബറിടം നീ സ്വർഗ്ഗമാക്കണേ അല്ലാഹ്. ഈ മജ്ലിസിന്റെ സവാബ് അവർക്ക് സമ്മാനിക്കണേ അല്ലാഹ്. റബ്ബെ അവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. അവരുടെ കുടുംബത്തിന് ക്ഷമ നൽകണേ അല്ലാഹ്. ജീവിതകാലത്ത് ചെയ്ത നന്മകളൊക്കെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെല്ലാവരെയും നിന്റെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടി തരണേ അല്ലാഹ്. റബ്ബെ കുറെ കുട്ടികൾ ഇവിടെ ഉണ്ട്, ഒക്കെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. നന്മയുള്ളവരാക്കണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.